അന്തരിച്ച കൂത്തുപറമ്പ് സമരനായകൻ പുഷ്പന്റെ സംസ്കാരം ഇന്ന് നടക്കും. കോഴിക്കോട് ഡിവൈഎഫ്ഐ സെന്ററിൽ പൊതുദർശനത്തിനെത്തിച്ച മൃതദേഹം 8 മണിയോടെ തലശ്ശേരിയിലേക്ക് വിലാപയാത്രയായി കൊണ്ടുപോകും. വൈകിട്ട് 5 മണിയോടെ ചൊക്ലി മേനപ്രത്തെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. രാഹുൽ KV ആണ് വിവരങ്ങളുമായി ചേർന്നത്. രാഹുൽ, മറ്റൊരു വിപ്ലവ നക്ഷത്രം പൊലിഞ്ഞിരിക്കുകയാണ്. വൈകിട്ട് വീട്ടുവളപ്പിലാണ് സംസ്കാരം നടക്കുക. അതിനു മുൻപ് പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടി എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? പൂജ, സഖാവ് പുഷ്പൻ്റെ പൊതുദർശനം കോഴിക്കോട് ഡിവൈഎഫ്ഐ യൂത്ത് സെൻറ്ററിൽ പുരോഗമിക്കുകയാണ്. 8 മണിയോടുകൂടിയാണ് വിലാപയാത്രയായി തലശ്ശേരിയിലേക്ക് പോകുന്ന വഴി പ്രധാന കേന്ദ്രങ്ങളിൽ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് പാർട്ടി അണികൾക്ക് അവസരമുണ്ടാകും എന്നത് തന്നെയാണ്. പാർട്ടിയെ സംബന്ധിച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനം മുതൽ CPM വരെയുള്ള സംഘടനാ സംവിധാനം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പാർട്ടിയുടെ ഊർജ്ജമാണ് പുഷ്പൻ എന്ന് പറയുന്നത്. അദ്ദേഹം 3 പതിറ്റാണ്ടായി തളർന്ന് കിടപ്പിലായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആശയം ഓരോരുത്തരിലും പകർന്നു നൽകിയ ഊർജ്ജം ചെറുതല്ല എന്നത് തന്നെയാണ്. വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ഡിവൈഎഫ്ഐ യൂത്ത് സെൻറ്ററിൽ പൊതുദർശനം ആരംഭിച്ചത്. ആ ഘട്ടം മുതൽ നേതാക്കന്മാരും പ്രവർത്തകരും അണികളും എല്ലാവരും തന്നെ എത്തി അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിച്ചു. അതിനുശേഷമാണ് ഞാൻ പറഞ്ഞതുപോലെ 8 മണിയോടുകൂടി തലശ്ശേരിയിലേക്ക് വിലാപയാത്രയായി കൊണ്ടുപോവുക. 10:30 തലശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ടാകും. അതിനുശേഷം 12 മുതൽ ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലും പൊതുദർശനമുണ്ട്. അവിടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. വൈകിട്ട് 5 മണിക്ക് ചൊക്ലി മേനപ്രത്തെ വീട്ടുവളപ്പിലാണ് ഏതായാലും സംസ്കാരവും ക്രമീകരിച്ചിട്ടുള്ളത്. 1994 നവംബർ 25 ആ ദിവസത്തെ പ്രതിഷേധം, കൂത്തുപറമ്പിൽ നടന്ന പ്രതിഷേധവും മന്ത്രി MV രാഘവനെ തടയാനെത്തിയ DYFI പ്രവർത്തകർക്ക് നേരെയാണ് പോലീസ് വെടിയുതിർക്കുന്നത്. 5 പേർ കൊല്ലപ്പെടുകയും പുഷ്പൻ ഈ വിധത്തിൽ പരിക്കേറ്റ് പിന്നീട് ഇങ്ങോട്ട് കിടപ്പിലാവുകയും ചെയ്യുകയായിരുന്നു. ഓഗസ്റ്റ് 2-നാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചത്. ഇത്രയും നാൾ ചികിത്സയിൽ കഴിഞ്ഞതിന് ശേഷമാണ് മരണത്തിന് കീഴടങ്ങിയതെന്ന് കൂടിയാണ്. എന്നോടൊപ്പം DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് ചേരുന്നുണ്ട്. സഖാവ് പുഷ്പൻ പകർന്നു തന്ന ഊർജ്ജം പ്രസ്ഥാനത്തിന് എപ്പോഴും കൂടെ ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. സഖാവ് പുഷ്പേട്ടൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ പൊരുതുന്ന ആളുകൾക്കും വലിയ ആവേശമാണ്. കാരണം 30 വർഷമായി ഈ ഒരു സമരത്തിൽ പങ്കെടുത്ത് കിടന്ന കിടപ്പിലാണ് അദ്ദേഹം ജീവിതം നയിച്ചത്. ഈ 30 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും നിരാശ കലർന്ന, അല്ലെങ്കിൽ സമരം തെറ്റായിരുന്നുവെന്നോ സമരത്തിൽ പോവേണ്ടിയിരുന്നില്ല എന്നോ ഒരു വാക്ക് പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. കാരണം 30 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ യാതനാപൂർവമുള്ള ജീവിതമാണ്. പക്ഷേ അതിനെല്ലാം പുഞ്ചിരിച്ചുകൊണ്ട് അസാധ്യമായ ഇച്ഛാശക്തിയോട് കൂടിയിട്ടാണ് അദ്ദേഹം നേരിട്ടത്. അപ്പോൾ കൃത്യമായ രാഷ്ട്രീയ ഉൾക്കാഴ്ച, ആ ഒരു അനുഭവം നമുക്ക് ആ ഒരു കാര്യത്തിൽ നമുക്ക് നേരിട്ട് അറിയാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ലോകത്തെ എല്ലാ പോരാളികൾക്കും അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ വലിയൊരു പാഠപുസ്തകമാണ്. കൂത്തുപറമ്പ് സമരം 94 നവംബർ 25-നാണ്. ഇതിപ്പോൾ ആ സമരം നടന്നിട്ട് ഈ നവംബർ 25 ആകുമ്പോഴേക്ക് 30 വർഷത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അന്ന് ആഗോളവൽക്കരണ നയങ്ങൾ ലോകത്ത് ഉണ്ടാക്കിയിട്ടുള്ള വലിയ പ്രതിഫലങ്ങളുണ്ടായിരുന്നു അതിൻ്റെ തുടക്കം എന്ന ഘട്ടത്തിൽ. അതിനെതിരായിട്ട് ലോകത്തെമ്പാടും ഇങ്ങനെ സമരം ഉയർന്നു വരുന്ന ഘട്ടത്തിൽ കൂത്തുപറമ്പിലെ സമരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കൂത്തുപറമ്പിലാണ് ജീവിതം സമർപ്പിച്ച് ചോര കൊണ്ട് അടയാളപ്പെടുത്തിയ ഒരു സമരമുഖമുണ്ടായത്. അതുകൊണ്ട് കൂത്തുപറമ്പ് എന്നതൊരു സ്ഥലനാമം മാത്രമല്ല, കൂത്തുപറമ്പ് ആഗോളവൽക്കരണ വിരുദ്ധ പോരാട്ടത്തിൽ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയായി മാറി. അപ്പോൾ ആ പോരാട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രക്തസാക്ഷിയായി സഖാവ് പുഷ്പൻ മാറി, ജീവിക്കുന്ന രക്തസാക്ഷിയായിരുന്നു. അപ്പോൾ അസാധ്യമായ ഇച്ഛാശക്തിയോടുകൂടി എല്ലാ വേദനയും കടിച്ചമർത്തിക്കൊണ്ട് വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം 30 വർഷം ഈ നാടിനെ നയിച്ചു എന്ന് പറയാം. പ്രത്യേകിച്ച് ചൊക്ലിയിലെ VK സനോജ് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം പാർട്ടിക്ക് നൽകിയ ഊർജം അത് വളരെ വലുതാണ്. രാഹുൽ KV ആയിരുന്നു വിവരങ്ങൾ നൽകിയത്. കൂത്തുപറമ്പിലെ 5 രക്തസാക്ഷികൾക്കൊപ്പം സഖാവും ഇനി ജ്വലിക്കുന്ന ഓർമ്മയാണ്.